നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്നത് ബി.എഡിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ MCQ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ റിട്ടൺ എക്സാമിന് ചോദിച്ചിട്ടുള്ള MCQയിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഫിലോസഫി നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ പോയി കാണുക, നമ്മുടെ വീഡിയോ ഗ്രൂപ്പിൻ്റെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എജു 2 അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ്, സൈക്കോളജി പേപ്പറിനകത്തുള്ള ചോദ്യങ്ങളാണ്. സൈക്കോളജി ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് വളരെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. 2015 മുതൽ 2023 വരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും മറ്റ് പല പരീക്ഷകളിലും ചോദിച്ച റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയതാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് മറ്റ് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് സഹായകരമായിരിക്കും എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. ആദ്യത്തെ ചോദ്യം തന്നെ സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ നിന്നാണ്. ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്ന് പറഞ്ഞത് ഏത് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ്? ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്ന് പറഞ്ഞത് ഏത് സൈക്കോളജിയാണെന്ന് നിങ്ങൾക്കറിയാം. ഹോളിസ്റ്റിക് ആയിട്ട് സമഗ്രമായി പഠിക്കണമെന്ന് പറഞ്ഞത് ജസ്റ്റാൾട്ട് സൈക്കോളജിയാണ്. ഹോളിസ്റ്റിക് ആയിട്ട് സമഗ്രമായി പഠിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ജർമ്മനിയിലെ ഒരു സൈക്കോളജിയാണ്. ജർമ്മനിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ജസ്റ്റാൾട്ട് എന്ന വാക്കിന്റെ അർത്ഥം കൺഫിഗുറേഷൻ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ഹോൾ എന്നാണ്. അതുപോലെ തന്നെ ജസ്റ്റാൾട്ടിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗറാണ് മാക്സ് വെർത്തൈമർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫിഗറാണ് കട്ട് ലെവിൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫിഗറാണ് കൊഹ്ലറിന്റെ ചിമ്പാൻസിയിലെ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ മാക്സ് വെർത്തൈമർ ആണ് പെർസെപ്ഷൻ ലോസ് അവതരിപ്പിച്ചത്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന മേഖല പെർസെപ്ഷൻ ആണ്. പെർസെപ്ഷൻ ലോസ് അവതരിപ്പിച്ചത് മാക്സ് വെർത്തൈമർ ആണ്. അപ്പോൾ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് മാക്സ് വെർത്തൈമർ ആണ്. പെർസെപ്ഷൻ നിയമങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് ലേണിംഗ് ലോസ് അവതരിപ്പിച്ചത് മാക്സ് വെർത്തൈമർ ആണ്. കട്ട് ലെവിൻ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫിഗറാണ് കൊഹ്ലറിന്റെ എക്സ്പെരിമെന്റ് ഇൻ ചിമ്പുകളിൽ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഹോളിസ്റ്റിക് ആയിട്ട് സമഗ്രമായി പഠിക്കാൻ ശ്രമിച്ച ഒരു സൈക്കോളജിക്കൽ സ്കൂൾ ആണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. അത് ഒരു ജർമ്മൻ സ്കൂൾ ഓഫ് സൈക്കോളജി ആണ്. അടുത്തൊരു ചോദ്യം, which level of moral development is represented by behavior directed by self-accepted moral principles? അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് സെൽഫ് മൊറാലിറ്റിയെ കുറിച്ചാണ്. സ്വന്തമായിട്ട് മോറൽ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഏത് ലെവലിലാണ് എന്നാണ്. അപ്പോൾ ഇത് ലോറൻസ് കോൾബർഗിൽ നിന്നുള്ള ഒരു ആപ്ലിക്കേഷനിലുള്ള ചോദ്യമാണ്. അപ്പോൾ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ എന്നതാണ്. അപ്പോൾ നമുക്ക് 3 ലെവൽസ് ആണുള്ളത്. ഒന്ന് പ്രീ കൺവെൻഷണൽ എന്ന് പറയുന്നത് സീറോ മൊറാലിറ്റി സ്റ്റേജ് എന്നാണ് പറയുന്നത്. മൊറാലിറ്റിയെ കുറിച്ച് കുട്ടിക്ക് ഒന്നും അറിയാത്ത ഘട്ടം. ഇനി കൺവെൻഷണൽ ആണ് രണ്ടാമത്തെ സ്റ്റേജ്. കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ മൊറാലിറ്റിയുടെ പ്രത്യേകത സോഷ്യൽ മൊറാലിറ്റി. സൊസൈറ്റിയെ ഭയന്നിട്ടാണ് കുട്ടി മോറൽ സ്റ്റാൻഡേർഡ്സ് തീരുമാനിക്കുന്നത്. ഇനി മൂന്നാമത്തതും ഏറ്റവും അവസാനത്തെ ലെവലാണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. അവിടെയാണ് സെൽഫ് മൊറാലിറ്റി കുട്ടി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സെൽഫ് മൊറാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജാണ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. പ്രീ കൺവെൻഷണൽ സീറോ മൊറാലിറ്റി എന്നറിയപ്പെടുന്നു. മോറൽ സ്റ്റാൻഡേർഡ്സ് ഒന്നും കുട്ടിക്ക് അറിയില്ല. ഇനി കൺവെൻഷണൽ ലെവലാണെങ്കിൽ എന്താണ്? കൺവെൻഷണൽ ലെവലിൽ എന്ത് ചെയ്യുന്നു? സോഷ്യൽ മൊറാലിറ്റി, സൊസൈറ്റിയെ ഭയന്നിട്ട് കുട്ടി മോറൽ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ഇനി പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിലാണെങ്കിൽ കുട്ടി സെൽഫ് മൊറാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ഓർത്ത് വെച്ചേക്കുക. ഇനി ഐക്യുവിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഐക്യുവിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ് ഐക്യുവിന്റെ ഇക്വേഷൻ? MA/CA × 100. ഐക്യുവിന്റെ ഇക്വേഷൻ കൊണ്ടുവന്നത് വില്യം സ്റ്റേൺ ആണ് ഐക്യുവിന്റെ ഇക്വേഷൻ കൊണ്ടുവന്നത്. എന്നാൽ മെന്റലേജ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആൽഫ്രഡ് ബിനെ ആണ് മെന്റലേജ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. എന്നാൽ ഐക്യു എന്ന കൺസെപ്റ്റ് ആരുടേതാണ്? അത് വില്യം സ്റ്റേണിൻ്റെതാണ്. ഐക്യു ഇതിൽ MA എന്ന് പറഞ്ഞാൽ മെന്റൽ മെച്യൂരിറ്റി. CA എന്ന് പറഞ്ഞാൽ ക്രൊണോളജിക്കൽ ഏജ് ആണ്. നിങ്ങൾക്ക് ശരിക്കുള്ള വയസ്സ് എന്താണ്? ക്രൊണോളജിക്കൽ ഏജ്. അപ്പോൾ മെന്റൽ ഏജും ക്രൊണോളജിക്കൽ ഏജും സെയിം ആണെങ്കിൽ, മെന്റൽ ഏജ് ആൻഡ് ക്രൊണോളജിക്കൽ ആർ സെയിം, അങ്ങനെയാണെങ്കിൽ 100 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. IQ 100 ആയിരിക്കും.
ഇനി മെൻ്റൽ ഏജ് കൂടുതലാണെങ്കിൽ ഉത്തരം കിട്ടുന്നത് 100-ൽ കൂടുതലായിരിക്കും, +100 ആയിരിക്കും. ഇനി ക്രൊണോളജിക്കൽ ഏജ് ആണ് കൂടുതലാണെങ്കിൽ എന്താണ്, -100 അല്ലെങ്കിൽ 100-ൽ താഴെ ആയിരിക്കും. അപ്പോൾ ഈ അസംഷൻസ് ഓർത്ത് വെച്ചേക്കുക. മെൻ്റൽ ഏജും ക്രൊണോളജിക്കൽ ഏജ് സെയിം ആണെങ്കിൽ ഉത്തരം 100 ആയിരിക്കും, IQ കിട്ടുന്നത് 100 ആയിരിക്കും. ഇനി മെൻ്റൽ ഏജ് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ 100-ൽ കൂടുതലായിരിക്കും ഉത്തരം. ഇനി ക്രൊണോളജിക്കൽ ഏജ് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ അത് 100-ൽ താഴെ ആയിരിക്കും എന്നുകൂടി കൂട്ടുകാർ ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ തന്നെ IQ-വിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ പലതായി തിരിച്ചത് ലെവിസ് ടെർമാൻ ആണ്. ലെവിസ് ടെർമാന്റെ ക്ലാസിഫിക്കേഷൻ സമയം കിട്ടുന്നവർ പഠിച്ച് വയ്ക്കുക. ലെവിസ് ടെർമാൻ. അടുത്തൊരു ചോദ്യം ഡെവലപ്മെന്റൽ ഡയറക്ഷനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. സെഫാലോകോഡൽ ഡയറക്ഷൻ. സെഫാലോകോഡൽ ഫസ്റ്റ് ഡെവലപ്മെന്റൽ ഡയറക്ഷൻ ആണ്. ഹെഡ് ടു ഫൂട്ട് എന്ന രീതിയിലാണ് സെഫാലോകോഡൽ ഡെവലപ്മെന്റൽ ഡയറക്ഷൻ നടക്കുന്നത്. ഹെഡ് ടു ഫൂട്ട് എന്ന രീതിയിലുള്ള ഡെവലപ്മെന്റൽ ഡയറക്ഷൻ ആണ് സെഫാലോകോഡൽ എന്ന് പറയുന്നത്. ഇനി സെന്റർ ടു എക്സ്ട്രീമിറ്റീസ് ഓർ സെന്റർ ടു പെരിഫറി, അതിനെ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയും. സെക്കൻഡ് ഡെവലപ്മെന്റൽ ഡയറക്ഷൻ ആണ് പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ. സെന്റർ ടു പെരിഫറി. ഇനി ലോക്കോമോഷൻ ആണ് മൂന്നാമത്തേതാണ് ലോക്കോമോഷൻ, നോർമൽ മൂവ്മെന്റ്, ലോക്കോമോഷൻ. അപ്പോൾ ഒന്നാമത്തേതാണ് സെഫാലോകോഡൽ ഡയറക്ഷൻ, രണ്ടാമത്തേത് പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ, മൂന്നാമത്തേത് ലോക്കോമോഷൻ ഡയറക്ഷൻ. ഓർത്ത് വെച്ചേക്കുക, തെറ്റിപ്പോരുത്. ഹെഡ് ടു ഫൂട്ട് സെഫാലോകോഡൽ, സെന്റർ ടു പെരിഫറി പ്രോക്സിമോ ഡിസ്റ്റൽ, നോർമൽ മൂവ്മെന്റ് ലോക്കോമോഷൻ, ഡെവലപ്മെന്റൽ ഡയറക്ഷൻ ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇന്റേണലൈസേഷൻ ഓഫ് വാല്യൂസ് സൂപ്പർ ഈഗോ. നിങ്ങൾക്കറിയാം, ഇത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. എങ്ങനെ മൂന്ന് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിൽ ഇത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോയെ കുറിച്ച് പറയുന്നു. ഇതെന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ഇന്റേണലൈസേഷൻ ഓഫ് വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ടാണ്. മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആണ് ഇത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇനി കൺട്രോളിംഗ് ഏജൻസി അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഏതാണ്? കൺട്രോളിംഗ് ഏജൻസി, പോലീസ് ഫോഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈഗോയാണ്. കൺട്രോളിംഗ് ഏജൻസി, പോലീസ് ഫോഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈഗോയാണ്. ഒരു ബാലൻസ്ഡ് ഇൻഡിവിജ്വൽ ആക്കി നിങ്ങളെ മാറ്റുന്നത് ഈഗോയാണെന്ന് കൂട്ടുകാർ ഓർത്തു വെച്ചിരിക്കുക. ഇനി മറ്റൊരു ചോദ്യം, അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ ദ സ്റ്റേജ് അറ്റ് വിച്ച് അബ്സ്ട്രാക്ട് തിങ്കിങ്, നമ്മൾ നേരത്തെ കണ്ടാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേജ് ഏതാണ്? നമുക്കറിയാം SPCF, ഇതാണ് കോഡ്. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ. ഇതിലേതിലാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്, അമൂർത്ത ചിന്തനവുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടം ഏതാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഫോർമൽ ഓപ്പറേഷണൽ. ലോജിക്കൽ തിങ്കിങ് ആണെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. സെൻസറി മോട്ടോർസിന്റെ പ്രത്യേകത എന്താണ്? ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. പ്രീ ഓപ്പറേഷണലിന്റെ പ്രത്യേകത എന്താണ്? ഈഗോ സെൻട്രിസം. അതുപോലെ തന്നെ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. അപ്പോൾ ഇത് ഒന്നുകൂടെ നമുക്ക് ഓർക്കാം. സെൻസറി മോട്ടോറിന്റെ പ്രത്യേകതയാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പ്രത്യേകത ഈഗോ സെൻട്രിസം ആൻഡ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ ലോജിക്കൽ തിങ്കിങ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ, ഫൈനൽ സ്റ്റേജിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, SPCF ഇതാണ് അതിന്റെ കോഡ്. ഓർത്ത് വെച്ചേക്കുക. വിച്ച് ഈസ് നോട്ട് എ ഫിസിക്കൽ ഡിറ്റർമിനന്റ് ഓഫ് പേഴ്സണാലിറ്റിയിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഫാക്ടർ അല്ലാത്തത് ഏതാണ്? ഫിസിക്കൽ അല്ലാത്ത ഫാക്ടറാണ് ജെൻഡർ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. അത് കൂട്ടുകാർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അത് ഫിസിക്കൽ അല്ല, അത് എന്താണ്? ഐഡിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഹോമിയോസ്റ്റാറ്റിസ്, അതുപോലെ തന്നെ ഫിസിക്കൽ അട്രാക്ഷൻ, ബോഡി ബിൽഡപ്പ്, ഇതെല്ലാം എന്താണ്? പേഴ്സണാലിറ്റിയിലെ ഫിസിക്കൽ ഡിറ്റർമിനൻസ് ആണ്. എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, സാമൂഹികമായിട്ടുള്ള ഒന്ന് ആണ്. ഡിഫൻസ് മെക്കാനിസം എന്ന ഭാഗത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഏത് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ്? സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ആണ് ആദ്യമായിട്ട് എന്തിനെ കുറിച്ച് പറയുന്നത്? ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം അല്ലാത്തത് ഏതാണ്? നോട്ട് എ ഡിഫൻസ് മെക്കാനിസം അല്ലാത്തത് ഏതാണ്? അസോസിയേഷൻ, കോമ്പൻസേഷൻ, റിഗ്രഷൻ ആൻഡ് സബ്ലിമേഷൻ. ഇതിൽ അല്ലാത്തത് അസോസിയേഷൻ ആണ്. അസോസിയേഷൻ ഒരു ഡിഫൻസ് മെക്കാനിസം അല്ല. അപ്പോൾ പ്രധാനപ്പെട്ട ഡിഫൻസ് മെക്കാനിസം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് അത് നിങ്ങൾക്ക് സഹായകരമാവും.
അടുത്തൊരു ചോദ്യം, IQ നമ്മൾ നേരത്തെ കണ്ടതാണ്. IQ എന്ന ഐഡിയ കൊണ്ടുവന്നത് ആരാണ്? IQ എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് വില്യം സ്റ്റേൺ ആണ്. ഇന്റലിജന്റ് കോഷ്യന്റ് ഈസ് ഈക്വൽ ടു മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 എന്നതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, എന്നാൽ മെന്റൽ ഏജ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? മെന്റൽ ഏജ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആൽഫ്രഡ് ബിനെ ആണ്. ആൽഫ്രഡ് ബിനെ ആണ് മെന്റൽ ഏജ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. വില്യം സ്റ്റേൺ ആണ് IQ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. IQ എന്ന കൺസെപ്റ്റ് വില്യം സ്റ്റേൺ ആണ് കൊണ്ടുവന്നതെന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. ഡിഫൻസ് മെക്കാനിസം എന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഗീതു എന്ന് പറയുന്ന കുട്ടി ഹൈസ്കൂൾ കുട്ടിയാണ്. ഹു ഫെയിൽസ് ഇൻ ആൻ എക്സാമിനേഷൻ മേക്സ് എ കംപ്ലൈന്റ് ദാറ്റ് ദ എക്സാമിനർ വാസ് സ്ട്രിക്റ്റ്, ഷീ ഈസ് യൂസിങ് എ ഡിഫൻസ് മെക്കാനിസം. പരീക്ഷയിൽ തോറ്റുപോയതിന് ന്യായീകരണങ്ങൾ പറയുകയാണ് ഇവിടെ കുട്ടി ചെയ്യുന്നത്. ന്യായീകരണങ്ങൾ പറയുന്നു. മേക്സ് എ കംപ്ലൈന്റ് ദാറ്റ് ദ എക്സാമിനർ വാസ് സ്ട്രിക്റ്റ്. എക്സാമിനർ സ്ട്രിക്റ്റ് ആയിരുന്നത് കൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയത്. ഇങ്ങനെയുള്ള ഇല്ലോജിക്കൽ ആയിട്ടുള്ള ലോജിക്കൽ അല്ലാത്ത ജസ്റ്റിഫിക്കേഷൻസ് നടത്തുന്നു, ന്യായീകരണങ്ങൾ നടത്തുന്നു. ഇല്ലോജിക്കൽ ജസ്റ്റിഫിക്കേഷൻസ് നടത്തുന്നതിനെയാണ് റാഷണലൈസേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ യുക്തീകരണം എന്ന് പറയുന്നത്. യുക്തീകരണം. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം ആപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ചു വെച്ചേക്കുക. യുക്തീകരണം എന്നതാണ് ഇതിന്റെ ഉത്തരം. യുക്തീകരണം രണ്ട് രീതിയിലുണ്ട്. സോർ ഗ്രേപ്പിസം ആൻഡ് സ്വീറ്റ് ലെമണിസം. പുളിക്കുന്ന മുന്തിരി ശൈലി, അതുപോലെ തന്നെ മധുര നാരങ്ങ ശൈലി. സോർ ഗ്രേപ്പിസം ആൻഡ് സ്വീറ്റ് ലെമണിസം. യുക്തീകരണം രണ്ട് രീതിയിലുണ്ട്. സോർ ഗ്രേപ്പിസം, സ്വീറ്റ് ലെമണിസം. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അന്യായമായിട്ടുള്ള ന്യായീകരണങ്ങൾ പറയുന്നത് തന്നെയാണ് റാഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനെ കണ്ടെത്തുക. ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഇത് ക്രിയേറ്റിവിറ്റി എന്ന ഭാഗത്തുള്ള ചോദ്യമാണ്. ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധമില്ലാത്തതിനെ നമുക്ക് കണ്ടെത്തണം. റാഷണാലിറ്റി ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധമില്ല, അത് ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്റലിജൻസ്. ഓക്കെ. ഒറിജിനാലിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഫ്ലുവൻസി, ഡൈവർജന്റ് തിങ്കിങ്. ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഡൈവർജന്റ് തിങ്കിങ് ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്രിയേറ്റിവിറ്റി. ഓക്കെ, ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സ്റ്റേജ് ഇൻ കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്? കോൾബർഗിന്റെ തിയറിയിൽ വരുന്നത് 3 ലെവൽസ് ആണ്. നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് പ്രീ കൺവെൻഷനൽ ലെവല്, പ്രീ കൺവെൻഷനൽ. രണ്ടാമത്തത് കൺവെൻഷനൽ ലെവല്, മൂന്നാമത്തത് പോസ്റ്റ് കൺവെൻഷനൽ. അപ്പോൾ ഇതിൽ വരാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജ് പിയാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ പ്രീ കൺവെൻഷനൽ ലെവൽ ഒന്നാമത്തെ സ്റ്റേജാണ്, കൺവെൻഷനൽ ലെവൽ രണ്ടാമത്തെ സ്റ്റേജാണ്, പോസ്റ്റ് കൺവെൻഷനൽ മൂന്നാമത്തെ സ്റ്റേജാണ്. പ്രീ കൺവെൻഷനൽ എന്ന് പറയുമ്പോൾ സീറോ മൊറാലിറ്റി, കൺവെൻഷനൽ എന്ന് പറയുമ്പോൾ സോഷ്യൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷനൽ എന്ന് പറയുമ്പോൾ സെൽഫ് മൊറാലിറ്റി. അതും ഓർത്തിരിക്കാം. ഓക്കെ, ലോറൻസ് കോൾബർഗിൻ്റെതാണ് ഈ തിയറി. അടുത്ത ഇമോഷണൽ ഇന്റലിജൻസ് എന്ന കൺസെപ്റ്റ് കോയിൻ ചെയ്തതാരാണ്? ആദ്യമായിട്ട് കൊണ്ടുവന്നതാരാണ്? ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പീറ്റർ സലോവി ആൻഡ് ജോൺ മെയർ. പീറ്റർ സലോവിയും ജോൺ മെയറും കൂടെ ചേർന്നിട്ടാണ് ആദ്യമായിട്ട് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പീറ്റർ സലോവിയും ജോൺ മെയറും ആണ്. ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് എംപതി. അതുപോലെ തന്നെ പോപ്പുലറൈസ് ചെയ്ത ആരാണ്? പരീക്ഷയ്ക്ക് തെറ്റിപ്പോയത്. പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ. അപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? പീറ്റർ സലോവി ആൻഡ് ജോൺ മെയർ. പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ. ഓൾഡസ്റ്റ് മെത്തേഡ് ഇൻ സൈക്കോളജിയിലെ ഏറ്റവും പഴയ മെത്തേഡ് ഏതാണ്? സിമ്പിൾ ചോദ്യമാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ സെൽഫ് ഒബ്സർവേഷൻ മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. സെൽഫ് ഒബ്സർവേഷൻ മെത്തേഡാണ്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിനെ എന്തെന്ന് പറയാം നമുക്ക്? ലുക്ക് വിത്തിൻ, ഉള്ളിലേക്ക് നോക്കുക എന്നതാണ്. ഏറ്റവും സബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. അതുപോലെ തന്നെ സ്ട്രക്ചറലിസം മുന്നോട്ട് വെച്ച മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സ്ട്രക്ചറലിസം അല്ലെങ്കിൽ വിൽഹം വൂണ്ടിന്റെ സ്ട്രക്ചറലിസം മുന്നോട്ട് വെച്ച മെത്തേഡാണ്. ഏറ്റവും സബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് സെൽഫ് ഒബ്സർവേഷൻ മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. അതുപോലെ തന്നെ സൈക്കോളജിയിലെ ആദ്യത്തെ മെത്തേഡ്, ഓൾഡസ്റ്റ് മെത്തേഡ് ഇൻ സൈക്കോളജിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം, സ്പാൻ ഓഫ് ഇയേഴ്സ് ഡ്യൂറിംഗ് വിച്ച് ബോയ്സ് ആൻഡ് ഗേൾസ് മൂവ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്, മെന്റലി, ഇമോഷണലി, സോഷ്യലി ആൻഡ്
ഫിസിക്കലി. അപ്പോൾ എല്ലാ രീതിയിലും ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലോട്ടുള്ള മാറ്റത്തെ വിളിക്കുന്ന പേരാണ് അഡോളസെൻസ്. അപ്പോൾ അഡോളസെൻസ് സൈക്കോളജിയിൽ നിന്നും നല്ല നല്ല ചോദ്യങ്ങൾ വരാം. അഡോളസെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്. ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡാണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. അഡോളസെൻസ് എന്ന മേഖലയിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ് സ്റ്റാൻലി ഹാളാണ് അഡോളസെൻസ് എന്ന പുസ്തകം എഴുതിയത്. അഡോളസെൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് വിളിച്ചത് ആരാണ്? സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് വിളിച്ചത് സ്റ്റാൻലി ഹോൾ. അഡോളസെൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്ന് വിളിച്ചത് സ്റ്റാൻലി ഹോൾ ആണ്. അഡോളസെൻസിനെ ടീനേജ് എന്ന് പറയാറുണ്ട്. ടീനേജ് എന്ന് പറയുമ്പോൾ എന്താണ്? 12 മുതൽ 19 വയസ്സ് വരെ. അഡോളസെൻസ് എന്ന വാക്ക് അഡോളസിയർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് വന്നത്. അഡോളസെൻസ് എന്ന വാക്ക് വന്നത്. ആ വാക്കിന്റെ അർത്ഥം ടു ഗ്രോ ടു മെച്യൂരിറ്റി എന്നാണ്. അടുത്തൊരു ചോദ്യം, ചൈൽഡ് ഗ്രോത്ത് ആസ് പ്രൊസീഡിംഗ് ത്രൂ ആൻ ഓർഗനൈസ്ഡ് സീക്വൻസ് ഓഫ് സ്റ്റേജസ്. സീക്വൻഷ്യൽ സ്റ്റേജസ് ആയിട്ട് പറയുന്ന തിയറി ഏതാണ്? റഫ്ലി ബൈ ഏജസ്, വയസ്സ് വെച്ച് പറയുന്ന തിയറി ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് തിയറി? അത് ഏത് തിയറിയാണ്? പിയാഷെയുടെ തിയറിയാണ്. പിയാഷെസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. ഓക്കെ, പിയാഷെയുടെ സ്റ്റേജ് തിയറി അല്ലെങ്കിൽ ജനറ്റിക് എപ്പിസ്റ്റമോളജി തിയറി. ഓക്കെ, അത് പിയാഷെയുടെ തിയറി ആണ്. സ്റ്റേജ് തിയറി എന്നറിയപ്പെടുന്ന പിയാഷെയുടെ തിയറിയാണ്. ഘട്ട സിദ്ധാന്തം ജീൻ പിയാഷെയുടെ തിയറി ആണ്. ഡിഫൻസ് മെക്കാനിസം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഡിഫൻസ് മെക്കാനിസം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒരു വ്യക്തി പോലും അറിയാതെ അയാളുടെ ഈഗോയാണ് അത് ഉപയോഗിക്കുന്നത്. ഈഗോ ഓഫ് എ പേഴ്സൺ അൺനോയിങ്ലി യൂസിങ് ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസം എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ടു റിഡ്യൂസ് ആൻസൈറ്റി, സ്ട്രെസ്, സ്ട്രെയിൻ, കോൺഫ്ലിക്റ്റ്, മാൽ അഡ്ജസ്റ്റ്മെന്റ്. ഒരു വ്യക്തിയെ അഡ്ജസ്റ്റഡ് ആകാൻ വേണ്ടി അയാളുടെ പ്രശ്നങ്ങൾ, ആൻസൈറ്റി, സ്ട്രെസ്, സ്ട്രെയിന്, കോൺഫ്ലിക്റ്റ്, ഫ്രസ്ട്രേഷൻ, മാൽ അഡ്ജസ്റ്റ്മെന്റ്, ഇതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ പോലും അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ് ആദ്യമായിട്ട് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് പറഞ്ഞത്. അത് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം, മോട്ടിവേഷൻ ദാറ്റ് ഈസ് ഡ്യൂ ടു ഫാക്ടർ വിത്തിൻ സ്റ്റുഡൻസ് ഓർ ഇൻട്രസ്റ്റ്. അപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ തന്നെയുള്ളത്, വിത്തിൻ ദ സ്റ്റുഡൻറ്, കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണെങ്കിൽ അതിനെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. വിത്തിൻ ദി സ്റ്റുഡൻറ് ആണെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. വോളണ്ടറി ആയിട്ടുള്ള മോട്ടിവേഷൻ, വോളണ്ടറി ആണെങ്കിൽ അതിനെ എന്ത് പറയും? ഇൻട്രിൻസിക് എന്ന് പറയും. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ റിവാർഡ്, ഗിഫ്റ്റ്, അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ്, അല്ലെങ്കിൽ പനിഷ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയന്നിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത്, അതിനെയാണ് എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ റിവാർഡുകൾ ഇവിടെ കിട്ടുന്നു, അതിനെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. റിവാർഡ്, റീഇൻഫോഴ്സ്മെന്റ്, പനിഷ്മെന്റ്, ഗിഫ്റ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷനിലെ മറ്റൊരു കൺസെപ്റ്റാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. ആരുടെ തിയറിയാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ? ഡേവിഡ് മക്ലെലാൻഡിന്റെ തിയറിയാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി, അല്ലെങ്കിൽ എൻആക്ക് തിയറി എന്ന് പറയും. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഏത് സ്റ്റേജിലെ പ്രത്യേകതയാണ്? ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? അത് എറിക് എറിക്സൺ ആണ്. എറിക് എറിക്സൺ ആണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നതിനെ കുറിച്ച് പറഞ്ഞത്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹൂ കോയിൻ ദ ടേം ഐഡന്റിറ്റി ക്രൈസിസ്? ഐഡന്റിറ്റി ക്രൈസിസ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എറിക് എറിക്സൺ ആണ്. എന്നാൽ ഏത് പീരീഡിലാണ് ഐഡന്റിറ്റി ക്രൈസിസ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അഡോളസെൻസിലെ കുട്ടികളാണ് ഐഡന്റിറ്റി ക്രൈസിസ് അനുഭവിക്കുന്നത്. അഡോളസെൻസിലെ കുട്ടികളുടെ ഒരു പ്രശ്നമാണ് ഐഡന്റിറ്റി ക്രൈസിസ്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്താണ്? അഡോളസെൻസിലെയാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പിയർ പ്രഷർ അനുഭവിക്കുന്ന കാലഘട്ടമാണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡോളസെൻസിലെ ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ച് പറഞ്ഞത് എറിക്സൺ ആണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓർത്തു വെച്ചേക്കുക. സ്റ്റാൻഫോർഡ് ബിനറ്റ് സ്കെയിൽ അത് ഒരു ഇന്റലിജൻസ് സ്കെയിലാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സ്റ്റാൻഫോർഡ് ബിനറ്റ് സ്കെയിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നതാണ് ചോദ്യം. സ്റ്റാൻഫോർഡ് ബിനറ്റ് സ്കെയിൽ ഫസ്റ്റ് ഇന്റലിജൻസ് സ്കെയിലാണ്.
ലോകത്തിലെ ആദ്യത്തെ ഇന്റലിജൻസ് സ്കെയിലാണ് സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ. ഫസ്റ്റ് ഇന്റലിജൻസ് സ്കെയിൽ ആണ് സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ. ആദ്യത്തേതാണ് സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ. ഇതിന്റെ തന്നെ ഏർലി വെർഷൻ ആണ് നമുക്കറിയാം, എന്താണ്, ബിനെറ്റ് സൈമൺ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് ആൽഫ്രഡ് ബിനെയാണ്. അപ്പോൾ ഇത് ആദ്യത്തേതല്ല, രണ്ടാമത്തേതാണ്. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ബിനെറ്റ് സൈമൺ ടെസ്റ്റ് ആണ്. ബിനെറ്റ് സൈമൺ ടെസ്റ്റ് ആണ് ഫസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ്. ഇതിന്റെ റിവൈസ്ഡ് വെർഷൻ ആണ് ശരിക്കും സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ്. ഓക്കെ, അത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്, ക്ഷമിക്കുക. അപ്പോൾ ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ബിനെറ്റ് സൈമൺ ടെസ്റ്റ് ആണ്. രണ്ടാമത്തെ ടെസ്റ്റ് എന്താണ്? സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് ആണ്. ലോകത്തിലെ ഇന്റലിജൻസ് ടെസ്റ്റ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് ബിനെയാണ്. മെന്റൽ ഏജ് എന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ MA എന്ന കൺസെപ്റ്റും ആൽഫ്രഡ് ബിനെയുമായിട്ട് ബന്ധപ്പെട്ടത് ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഇമോഷണൽ ഇന്റലിജൻസ്? ഇമോഷണൽ ഇന്റലിജൻസുമായിട്ട് ബന്ധമില്ലാത്തത് എന്താണ്? നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു, ഇമോഷൻസ് ഉപയോഗിക്കുന്നു. റിഡ്യൂസിങ് ഇമോഷൻസ് സപ്രസ് ചെയ്ത് വയ്ക്കുന്നത് അത്ര നല്ല ശീലം അല്ല. ഓക്കെ, മറ്റുള്ളവരെ ഇമോഷൻസ് മനസ്സിലാക്കുക, പെർസീവിങ് അതേഴ്സ് ഇമോഷൻസ്. നമ്മളെ തന്നെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ്, യൂസിങ് ഇമോഷൻസ് ഉപയോഗിക്കുക. ഇതെല്ലാം എന്താണ്? ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ കോഷ്യന്റ്, EQ ബന്ധപ്പെട്ടത് ആണ്. അടുത്തൊരു ചോദ്യം, പേഴ്സണാലിറ്റി ഈസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് തുടങ്ങുന്ന ഡെഫിനിഷൻ ആണ്. ഇത് ഒരു തവണ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പേഴ്സണാലിറ്റി ഈസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് തുടങ്ങുന്ന ഡെഫിനിഷൻ പറഞ്ഞ ആരാണ്? ഗോർഡൻ W. ആൽപോർട്ടാണ്. ആൽപോർട്ടിന്റെ ഇതാണ് ട്രേറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി. ട്രേറ്റ് അപ്രോച്ച് കൊണ്ടുവന്നത് ആൽപോർട്ടാണ്. അതുപോലെ തന്നെ ട്രേറ്റിനെ 3 അദ്ദേഹം തിരിക്കുന്നു: കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രേറ്റ്. കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ് എന്ന് ട്രേറ്റിനെ തിരിച്ചത് ആരാണ്? അത് ഗോർഡൻ W. ആൽപോർട്ട് ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് മെത്തേഡ്സ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സ്റ്റഡിങ് ഹെൽപ്പിംഗ് ബിഹേവിയർ അമംഗ് നഴ്സറി സ്റ്റുഡൻറ്റ്? അപ്പോൾ ഹെൽപ്പിംഗ് ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഒബ്സർവേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. കൊച്ചുകുട്ടികളിൽ ഒബ്സർവേഷൻ മെത്തേഡ്. പെർസെപ്ഷന് പ്രാധാന്യം നൽകുന്ന, പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? സെൻസേഷൻ പ്ലസ് മീനിങ് ആണ് പെർസെപ്ഷൻ. സെൻസ് ചെയ്യുന്ന കാര്യത്തെ കൃത്യമായിട്ട് മീനിങ് ആയിട്ട് മനസ്സിലാക്കുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷന് പ്രാധാന്യം നൽകുന്നത് ഏതാണ്? ജസ്റ്റാൾട്ട് സൈക്കോളജിയാണ്, ജസ്റ്റാൾട്ടിസം ആണ്, അല്ലെങ്കിൽ മാക്സ് വെർത്തേമർ ആണ് പെർസെപ്ഷൻ ലോസ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് EDU 1 ക്വസ്റ്റ്യൻസ് ആണ്. EDU 2 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ EDU 3 ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ അതിന് വേണ്ടത് നിങ്ങളുടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവയാണ്. പരമാവധി കൂട്ടുകാരിലേക്ക് നിങ്ങൾ വീഡിയോ എത്തിക്കുക, മറ്റുള്ളവർക്കും ഗുണകരമാകട്ടെ. BEdുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അഡീഷണൽ കണ്ടന്റുകൾ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതിനകത്ത് ഒരുപാട് BEdുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. അതുപോലെ തന്നെ കേട്ടറ്റ്, സെറ്റ്, സീറ്ററ്റ്, അതുപോലെ BEdന്റെ ഫൈനൽ ഓൺലൈൻ എക്സാമിനും കോച്ചിങ് നൽകുന്ന, ഇന്റൻസീവ് കോച്ചിങ് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമി. അപ്പോൾ ക്ലാസ്സുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമാകുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. അടുത്ത ചോദ്യം, ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ആർ ഷെയർഡ് ബൈ മോസ്റ്റ് മെമ്പേഴ്സ് ഓഫ് എ കൾച്ചർ. ഒരു സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഷെയർ ചെയ്യുന്ന ട്രേറ്റ് എന്താണ്? ഇതൊരു എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് ഷെയർ ചെയ്യുന്ന ട്രേറ്റിനെ, സവിശേഷതയെ വിളിക്കുന്ന പേര് കോമൺ ട്രേറ്റ് എന്നാണ്. പൊതുവായ സവിശേഷത. ഓക്കെ, കോമൺ ട്രേറ്റ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് വർക്ക്സ് അപ്പോൺ റിയാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്നത് ഏതാണ്? യഥാർത്ഥ തത്വം. അപ്പോൾ നമുക്കറിയാം, ഇത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്, ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്, സൂപ്പർ ഈഗോ മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? റിയാലിറ്റിയാണ്. റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈഗോയാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ 3നെയും കൂടെ ചേർത്തിട്ടാണ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് ആര് വിളിച്ചത്? സിഗ്മണ്ട് ഫ്രോയിഡ് വിളിച്ചത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പേഴ്സണാലിറ്റി സ്ട്രക്ചർ ആണ് ഇത്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇത് പ്ലഷർ പ്രിൻസിപ്പിൾ, ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിൾ, സൂപ്പർ ഈഗോ മൊറാലിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അടുത്തൊരു ചോദ്യം, കോക്സ് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ് എന്ത് തരത്തിലുള്ള ടെസ്റ്റ് ആണ്? അതൊരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. ഇന്റലിജൻസിലെ തന്നെ
പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്. പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്, ഇൻ്റലിജൻസിലെ പെർഫോമൻസ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇൻ്റലിജൻസിലെ പ്രധാനപ്പെട്ട ടെസ്റ്റുകളുടെ പേരുകൾ നിങ്ങൾ നന്നായി ഓർത്തിരിക്കുക. ഓക്കെ, ഇൻ്റലിജൻസിലെ പ്രധാനപ്പെട്ട ഒരു പെർഫോമൻസ് ടെസ്റ്റ് ആണ് കോക്സ് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്. കോക്സ് ബ്ലോക്സ് ഡിസൈൻ ടെസ്റ്റ്. പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ് എന്ത് തരത്തിലുള്ള ടെസ്റ്റാണ്? പിക്ചർ കംപ്ലീഷൻ നിങ്ങൾക്കറിയാം. പിക്ചർ കംപ്ലീഷൻ എന്താണ്? പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. പേഴ്സണാലിറ്റിയിലെ ഒരു ടെസ്റ്റാണ് പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ്. അടുത്ത സോഷ്യോമെട്രി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സോഷ്യോമെട്രിക് ടെക്നിക്ക് കൊണ്ടുവന്ന ആരാണ്? JL മൊറീനോ ആൻഡ് ഹെലൻ ഹോൾ ജെന്നിങ്സ്. ഹെലൻ ഹോൾ ജെന്നിങ്സ്. JL മൊറീനോയും ഹെലൻ ഹോൾ ജെന്നിങ്സും കൂടെ ചേർന്നിട്ട് കൊണ്ടുവന്നതാണ് സോഷ്യോമെട്രി. സോഷ്യോമെട്രി ഒരു ടെക്നിക്കാണ്. സോഷ്യോമെട്രി ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് കിട്ടുന്ന ഡേറ്റയെ നമ്മൾ ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കും? സോഷ്യോഗ്രാം. സോഷ്യോഗ്രാം എന്ന് പറയും. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇനി ഇതിനെ തന്നെ നമ്മൾ ടാബുലാർ ഫോമിലോട്ട്, ഒരു ടേബിൾ രീതിയിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് വിളിക്കാം? അതിനെ സോഷ്യോമെട്രിക്സ് എന്ന് പറയാം. സോഷ്യോമെട്രിക്സ്. ഓക്കെ, ഇനി ഗ്രൂപ്പ് റിലേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രൂപ്പ് റിലേഷൻസ് ഓർ ഗ്രൂപ്പ് എനർജി, ഗ്രൂപ്പിനകത്തുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗിക്കാം. ഐസൊലേറ്റ്, ഡ്യുവൽസ് ഓർ മ്യൂച്വൽസ്, അതുപോലെ ക്ലിക്ക്, ഗ്യാങ്, ചെയിൻസ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഐസൊലേറ്റ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾ, 2 പേരാണെങ്കിൽ ഡ്യുവൽസ്, 3 പേരാണെങ്കിൽ എന്ത് പറയും? 3 പേരാണെങ്കിൽ ക്ലിക്കുകൾ, മൂന്നിലധികമാണെങ്കിൽ ഗ്യാങ് എന്ന് പറയും. ഇനി എല്ലാവരും ലീനിയർ ആയിട്ട് സെലക്ട് ചെയ്താൽ ചെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഐസൊലേറ്റ്, 2 പേരാണെങ്കിൽ ഡ്യുവൽസ് അല്ലെങ്കിൽ മ്യൂച്വൽസ്, 3 പേരാണെങ്കിൽ ക്ലിക്ക്, 3ലധികമാണെങ്കിൽ ഗ്യാങ്, ഒരുപാട് പേര് പരസ്പരം ഇങ്ങനെ ലീനിയർ ആയിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ലീനിയർ സെലക്ഷനെ വിളിക്കുന്ന പേരാണ് ചെയിൻ. ലീനിയർ സെലക്ഷൻ ആണ് ചെയിൻ. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഈ ഭാഗത്തെ മാർക്ക് നഷ്ടപ്പെടുത്തരുത്. JL മൊറീനോയാണ് എന്ത് കൊണ്ടുവരുന്നത്? ഈ പറയുന്ന സോഷ്യോമെട്രി ടെക്നിക്ക് കൊണ്ടുവരുന്നത്. അടുത്തൊരു ചോദ്യം, ഫാദർ ഓഫ് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസത്തിന്റെ ഫാദറാണ് വിൽഹം വോണ്ട്. അദ്ദേഹം 1879 ജർമ്മനിയിലെ ലിപ്സിംഗിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു സൈക്കോളജി ലാബ് തുടങ്ങുന്നുണ്ട്. സൈക്കോളജി ലാബ്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഫാദറാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫാദറാണ്. ഫാദർ ഓഫ് സ്ട്രക്ചറലിസത്തിന്റെയും ഫാദറാണ്. അപ്പോൾ ഇതിന്റെ 3ന്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്, വിൽഹം വോണ്ട് ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി, എക്സ്പെരിമെന്റൽ സൈക്കോളജി ആൻഡ് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? ഓൾഡസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി. സൈക്കോളജിയിലെ ഓൾഡസ്റ്റ് സ്കൂളാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റേണൽ ആസ്പെക്ട്സിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് സ്ട്രക്ചറലിസം പ്രാധാന്യം നൽകുന്നത്. ഇന്റേണൽ ആസ്പെക്ട്സ് ഓഫ് എ പേഴ്സൺ. ഓക്കെ, സ്ട്രക്ചറലിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് മുന്നോട്ട് വെച്ചത് സ്ട്രക്ചറലിസം ആണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്നറിയപ്പെടുന്ന ആരെയാണ്? വിൽഹം വോണ്ട്. ഇനി വീണ്ടും ചോദിച്ചിട്ടുണ്ട് SPCF നിന്നുള്ള ഒരു ചോദ്യമാണ്. SPCF അറിയാം, സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ്, ഫോർമൽ ഓപ്പറേഷണൽ. ഇതിന്റെ വയസ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചർച്ച ചെയ്തതാണ്. 0 മുതൽ 2 വയസ്സ് വരെ സെൻസറി മോട്ടോർ, 2 മുതൽ 7 വയസ്സ് വരെ പ്രീ ഓപ്പറേഷണൽ, 7 മുതൽ 11 വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ, 11 ആൻഡ് എബോ, 11ന് മുകളിലോട്ടാണ് എന്ത് വരുന്നത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത്. അപ്പോൾ 0 മുതൽ 2 വരെ സെൻസറി മോട്ടോർ സ്റ്റേജ്, 2 മുതൽ 7 വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 7 മുതൽ 11 വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 11ന് മുകളിലോട്ട് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇപ്പോൾ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നവരുടെ കുട്ടികളുടെ വയസ്സ് എത്രയാണ് വയസ്സ് എന്ന് പറയുന്നത് 11ന് മുകളിലാണ്. എബോ 11. ഓക്കെ, എബോ 11 എന്നതാണ് ശരി. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? അബ്സ്ട്രാക്ട് തിങ്കിങ്. ഓർത്തു വെച്ചേക്കുക. അടുത്തൊരു ചോദ്യം, മോഡിഫിക്കേഷൻ യുവർ എക്സിസ്റ്റിംഗ് സ്കീമ. നിങ്ങളുടെ നിലവിലുള്ള അറിവിൽ മാറ്റങ്ങൾ വരുത്തുന്നു. മോഡിഫിക്കേഷൻ ഓർ സ്കീമ ആൾട്ടറേഷൻ. സ്കീമ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ സ്കീമ ആൾട്ടറേഷൻ എന്ത് വിളിക്കും? അതിനെ അക്കോമഡേഷൻ എന്ന് വിളിക്കും. അക്കോമഡേഷൻ മീൻസ് ആൾട്ടറേഷൻ ഓഫ് സ്കീമ. ആൾട്ടറേഷൻ ഓഫ് യുവർ സ്കീമ. ആൾട്ടറേഷൻ അല്ലെങ്കിൽ എന്താണ്? മോഡിഫിക്കേഷൻ. സ്കീമ മോഡിഫിക്കേഷൻ ആണ് ഇതെന്ന് വിളിക്കുന്നത് അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നത്. അക്കോമഡേഷൻ. ഓക്കെ, ഓർത്തിരിക്കുക. ഗോർഡൻ W ആൽപോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പേഴ്സണാലിറ്റി സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. പേഴ്സണാലിറ്റി ഈസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ. പേഴ്സണാലിറ്റി ഈസ് ദി
ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് തുടങ്ങുന്ന ഡെഫിനിഷൻ പറഞ്ഞത് ആരാണ്? അത് ഗോർഡൻ ഡബ്ല്യു ആൽപോർട്ട് ആണ്. അതുപോലെ തന്നെ ട്രേറ്റ് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ആൽപോർട്ട് ആണ്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ആരെയാണ്? അതും ആൽപോർട്ടിനെ തന്നെയാണ്. പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നതും ആൽപോർട്ടിനെയാണ്. അപ്പോൾ പേഴ്സണാലിറ്റി ഈസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് തുടങ്ങുന്ന ഡെഫിനിഷൻ പറഞ്ഞത് ആൽപോർട്ടാണ്. പേഴ്സണാലിറ്റിയിൽ ട്രേറ്റ് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ആൽപോർട്ടാണ്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നതും ആൽപോർട്ടിനെ തന്നെ ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി കൊണ്ടുവന്നത് താഴെ പറയുന്നതിൽ ആരാണ്? റൂസോ, ജീൻ പിയാഷെ, എറിക്സൺ, എറിക് ബേൺ. ആരാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി കൊണ്ടുവന്നത്? ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷയുടെ തിയറിയുടെ പേരാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി തിയറി. ശരിക്കും ഇദ്ദേഹം ഒരു സ്വിസ് ബയോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആണ്. ശരിക്കും ഇദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് അല്ല. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മോഡൽ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മോഡലിനെയാണ് നമ്മൾ SPCF എന്ന് പറയുന്നത്. SPCF സെൻസറി മോട്ടോർ സ്റ്റേജ് 0 മുതൽ 2 വയസ്സ് വരെ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 മുതൽ 7 വയസ്സ് വരെ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 മുതൽ 11 വയസ്സ് വരെ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 11 മുകളിൽ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യം ആണ്. അടുത്തൊരു ചോദ്യം, ദ ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ്. ഗ്രൂപ്പ് ഫാക്ടർ തിയറി കൊണ്ടുവന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഗ്രൂപ്പ് ഫാക്ടർ തിയറി കൊണ്ടുവന്നത് തഴ്സ്റ്റൺ ആണ്. ഗ്രൂപ്പ് ഫാക്ടർ തിയറി കൊണ്ടുവന്നത്. പ്രൈമറി മെന്റൽ എബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞത് പ്രൈമറി മെന്റൽ എബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് തഴ്സ്റ്റൺ ആണ്. പ്രൈമറി മെന്റൽ എബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ SOI മോഡൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ കൊണ്ടുവന്നത് ഗിൽഫോർഡ് ആണ്. 3D മോഡൽ ഓഫ് ഇന്റലിജൻസ് കൊണ്ടുവന്നത് ഗിൽഫോർഡ് ആണ്. തോണ്ടേക്ക് ആണെങ്കിൽ മൾട്ടി ഫാക്ടർ തിയറിയാണ് കൊണ്ടുവന്നത്. തോണ്ടേക്ക് ആണ്. ഹൊവാർഡ് ഗാർഡനർ നിങ്ങൾക്കറിയാം MI തിയറി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി കൊണ്ടുവന്നത് ഹൊവാർഡ് ഗാർഡനർ ആണ്. അപ്പോൾ ഇതൊന്നും മാറിപ്പോകരുത്. തഴ്സ്റ്റന്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി, ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ അല്ലെങ്കിൽ 3D മോഡൽ ഓഫ് ഇന്റലിജൻസ്, തോണ്ടേക്കിന്റെ മൾട്ടി ഫാക്ടർ തിയറി, ഗാർഡനറുടെ MI തിയറി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എറിക് എറിക്സനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെക്നിക് പേഴ്സണാലിറ്റിയിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണ്. റിവീൽ യുവർ അൺകോൺഷ്യസിനെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൊജക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്നത്. റിവീൽ യുവർ അൺകോൺഷ്യസിനെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ വരാത്തത് ഏതാണ്? ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ് വരും, സെന്റൻസ് കംപ്ലീഷൻ വരും, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ടാറ്റ്, ഇതൊക്കെ അതിനകത്ത് വരും. പക്ഷേ ഓപ്ഷൻ 4 ആണ് ഇതിനകത്ത് വരാത്തത്. ഓക്കെ, ബ്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരില്ല. ഓക്കെ, ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ഒക്കെ എന്താണ്? പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്. അടുത്തൊരു ചോദ്യം, ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഇൻ സൈക്കോളജി ഫ്രം ദ ഫോളോവിങ് ചോയ്സസ്. ഫസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി ഏതാണ്? സിമ്പിൾ ചോദ്യമാണ്. ഫസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി ഏതാണ്? സ്ട്രക്ചറലിസത്തിന്റെ ഫാദർ ആരാണ്? വിൽഹം വോണ്ട്. സ്ട്രക്ചറലിസത്തിന്റെ ഫാദറാണ് വിൽഹം വോണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വച്ചേക്കുക. ലൈഫ് ഈസ് സീരീസ് ഓഫ് 8 സ്റ്റേജസിലോട്ട് ലൈഫിനെ കംപ്ലീറ്റ് ആയിട്ട് അടുക്കി ചിത്രീകരിച്ച വ്യക്തി ആരാണ്? അത് എറിക് എറിക്സൺ ആണ്. എറിക് എറിക്സന്റെ ബുക്കാണ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റഡ് എന്ന പുസ്തകം എഴുതിയത് എറിക് എറിക്സൺ ആണ്. 8 ഘട്ടങ്ങളിലായിട്ട് ജീവിതത്തെ ഇങ്ങനെ അറേഞ്ച് ചെയ്തത് ആരാണ്? അത് എറിക് എറിക്സൺ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോവിങ് നെയിം ഈസ് നോട്ട് റിലേറ്റഡ് ടു ഇന്റലിജൻസുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ഇന്റലിജൻസുമായിട്ട് ബന്ധമില്ലാത്ത പേര് ആരുടേതാണ്? വെഷ്ലർ, ആൽഫ്രഡ് ബിനെ, രാവൻസ്, ഐസനിക് ആണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ഇത് ഇന്റലിജൻസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നവരുടെ പേരാണ് വെഷ്ലർ, ആൽഫ്രഡ് ബിനെ, രാവൻസ് പ്രോഗ്രസീവ് മെട്രീസസ്. അതൊരു നോൺ വെർബൽ ടെസ്റ്റ് ആണ്. നോൺ വെർബൽ ടെസ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് രാവൻ. നോൺ വെർബൽ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ്. ഓക്കെ, അപ്പോൾ ഐസനിക്കിൻ്റെത് ശരിക്കും പറഞ്ഞാൽ ട്രേറ്റ് കം ടൈപ്പ് അപ്രോച്ച് ആണ്. അപ്പോൾ അത് പേഴ്സണാലിറ്റിയിലാണ് അദ്ദേഹത്തിന്റെ പഠനം വരുന്നത്. പേഴ്സണാലിറ്റി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത മറ്റൊരു ചോദ്യം, ട്രെയിൻസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത് ആര്? 1983 ഈ പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ട്രെയിൻസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത് ഹൊവാർഡ് ഗാർഡനർ ആണ്. ഈ പുസ്തകത്തിനകത്ത് അദ്ദേഹം 7 ഗ്രൂപ്പ് ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്നു. 7 ഗ്രൂപ്പ് ഇന്റലിജൻസ്. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റെയിൻബോസ് ഓഫ് ഇന്റലിജൻസ് എന്ന് വിളിക്കാം. റെയിൻബോസ് ഓഫ് ഇന്റലിജൻസ്.
7 ഗ്രൂപ്പ് ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, ഇത് തെറ്റിപ്പോരുത്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിൽ 7 ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്നു. പിന്നീട് അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു. പുസ്തകത്തിന്റെ പേര് ഇന്റലിജൻസ് റീഫ്രെയിംഡ്. ഇന്റലിജൻസ് റീഫ്രെയിംഡ് എന്ന് പറയുന്ന പുസ്തകം. ഇന്റലിജൻസ് റീഫ്രെയിംഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം 2 ഇന്റലിജൻസുകൾ കൂടി ചേർത്തു. ഏതൊക്കെയാണ്? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, നാച്ചുറലിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ ഇത് രണ്ടും റെയിൻബോസിനകത്ത് വരില്ല എന്ന് കൂടി കൂട്ടുകാർ ഓർത്തു വെച്ചിരുന്നു. അപ്പോൾ റെയിൻബോസ് ഓഫ് ഇന്റലിജൻസ് എന്ന കൺസെപ്റ്റ് ഫ്രെയിംസ് ഓഫ് മൈൻഡിൽ അദ്ദേഹം 7 ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു. മഴവിൽ ബുദ്ധിയിൽ അല്ലെങ്കിൽ റെയിൻബോസ് ഓഫ് ഇന്റലിജൻസിൽ വരാത്തത് ഇന്റലിജൻസ് റീഫ്രെയിംഡ് എന്ന രണ്ടാമത്തെ ബുക്കിനകത്തുള്ള നാച്ചുറലിസ്റ്റിക് അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്നിവ റെയിൻബോസ് ഓഫ് ഇന്റലിജൻസിനകത്ത് ഉൾപ്പെടുന്നതല്ല. അത് കൂട്ടുകാർ ഓർത്ത് വെച്ചേക്കുക. അടുത്തൊരു ചോദ്യം, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി വിച്ച് ഓപ്പറേറ്റ്സ് അക്കോർഡിംഗ് ടു ദ പ്ലഷർ പ്രിൻസിപ്പിൾ. നമ്മൾ എത്ര തവണയാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടത്? പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ്? സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിൽ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ഇത്. റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ് ഈഗോ. മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇതിനെ മൂന്നിനെയും നമുക്ക് എന്താ പറയാം? സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയാം. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. ഓക്കെ, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ഇത് സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ആണ്. സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ അപ്രോച്ചാണ്. സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ സൈക്കോ അനലിറ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം, സ്കൂൾ ഓഫ് സൈക്കോളജി എംഫസൈസ് ലുക്കിംഗ് അറ്റ് ദ ഹോൾ ഇൻഡിവിജ്വൽ ആൻഡ് ഹോൾ എന്ന് മാത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റാർട്ട് എന്ന് തോന്നും. പക്ഷെ അവിടെ നിർത്തരുത്, ബാക്കി കൂടി വായിക്കണം. ഫ്രീ വില്ല്, സെൽഫ് എഫിക്കസി, അതുപോലെ തന്നെ സെൽഫ് ആക്ച്വലൈസേഷനെ കുറിച്ച് അല്ലെങ്കിൽ സെൽഫ് ഓറിയന്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഏതാണ്? അതേതാണ്? ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ്. സെൽഫ് കൺസെപ്റ്റിന് ഒരുപാട് പ്രാധാന്യം നൽകിയത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന് പ്രാധാന്യം നൽകിയ കൺസെപ്റ്റാണ്. അപ്പോൾ ഹ്യൂമനിസം 1960s ഡെവലപ്പ് ചെയ്യുന്നത്. USA ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ സെക്കൻഡ് വേവ് ഇൻ സൈക്കോളജി എന്നറിയപ്പെടുന്നത്, സൈക്കോളജിയിലെ രണ്ടാം തരംഗം എന്നറിയപ്പെടുന്നതാണ് എന്തെന്നറിയപ്പെടുന്നത്? ഹ്യൂമനിസത്തിന്റെ 2 ഫൗണ്ടേഴ്സ് ആണുള്ളത്. ഒന്ന് അബ്രഹാം മാസ്ലോ, അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് കാൾ റോജേഴ്സ്. അബ്രഹാം മാസ്ലോ ആൻഡ് കാൾ റോജേഴ്സ്. അപ്പോൾ ഓർത്ത് വച്ചേക്കുക, അബ്രഹാം മാസ്ലോ ആൻഡ് കാൾ റോജേഴ്സ്. ദ എക്സാമിനേഷൻ ഓർ ഒബ്സർവേഷൻ ഓഫ് ഓൺസ് ഓൺ മെന്റൽ പ്രോസസ്സസ്. സ്വന്തമായിട്ടുള്ള ഒബ്സർവേഷനെ എന്ത് വിളിക്കും? നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. ലുക്ക് ഇൻവേർഡ്സ് സെൽഫ് ഒബ്സർവേഷൻ മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ. ഏറ്റവും സബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. അതുപോലെ തന്നെ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് മുന്നോട്ട് വെച്ചത് സ്ട്രക്ചറലിസം ആണ്. സ്ട്രക്ചറലിസം അല്ലെങ്കിൽ വിൽഹം വോണ്ട്. ഓൾഡസ്റ്റ് മെത്തേഡ്, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് എന്തെന്നറിയപ്പെടുന്നത്. ഇത് രണ്ടാമത്തെ തവണ എന്തോ ആണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ റെലവൻ്റ് ആണ്. ഫ്രീക്വൻ്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻ.